അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒത്തിരി കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്. അതായത് എന്തെങ്കിലും കാര്യങ്ങളിൽ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. പലർക്കും പല കാര്യങ്ങളിലായിരിക്കും. ഈ സപ്പോസ് ഇപ്പോൾ കുട്ടികളില്ലാതെ ട്രീറ്റ്മെൻറ്റിലായിട്ടുള്ളവർക്ക് ഒരു നല്ല റിസൾട്ട് വരാനുള്ള ചാൻസസ് വളരെ അധികമാണ്. ഈ സമയം അതിന് ഉള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ആ പാഷൻ കണ്ടെത്താനുള്ള സമയമായിട്ടുണ്ട്. പലരും തങ്ങളുടെ ലൈഫ് പർപ്പസ് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു ഐഡിയ, കുറേ നാളായിട്ട് ഉള്ളിലൊരു ഐഡിയ ഉണ്ടായിട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഒരു കറക്റ്റ് ടൈമാണ്. നിങ്ങളുടെ ആ ഐഡിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഏത് മേഖലയിലായാലും, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഇതുവരെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അവിടെ മൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ കേൾക്കാൻ ആൾക്കാരുണ്ടാവുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ എന്തെങ്കിലും മെമ്മറീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഈ പറഞ്ഞ കേസിൽ എന്തെങ്കിലും മുന്നേ നിങ്ങൾ കൊടുത്ത ഒരു ഐഡിയ അക്സെപ്റ്റ് ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഹേർട്ട് ചെയ്തിട്ടുള്ള ചിന്തകൾ ആലോചിച്ച് നിങ്ങൾ അവിടെ എടുക്കേണ്ട ആക്ഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുന്നേ ഉള്ള നിങ്ങളുടെ ബാഡ് എക്സ്പീരിയൻസ് മാറ്റിവെക്കുക. എന്ത് തന്നെയായാലും, ഇൻ കേസ് ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലും ഇതിന് മുന്നേ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും ഫെയിലിയർ ആണോ എന്ന് പേടിച്ച് അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ അവിടെ നമുക്കത് വരില്ല. കാരണം നമ്മളുടെ ചിന്തകൾ വെച്ച് നമ്മളത് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡായിട്ടുള്ള ചിന്ത നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന, അതായത് വരാനുള്ള അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിപ്പോൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. മനസ്സിൽ നിന്ന് ആ ചിന്തകളെല്ലാം മാറ്റിക്കളയുക. ഇൻ കേസ് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, സപ്പോസ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയേക്കാണ്, അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അവിടെ നിങ്ങളുടെ എല്ലാ തെറ്റെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജി തന്നെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ, സപ്പോസ് അതിനേക്കാൾ നല്ലൊരു റിലേഷനോ അല്ലെങ്കിൽ ജോബോ ഏത് വേണമെങ്കിലും ആവാം, നിങ്ങൾ റിലേറ്റ് ചെയ്ത് നോക്കുക. ലൈഫിലെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. എവിടെയാണ് നിങ്ങളിപ്പോഴും ആ മെമ്മറീസ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്തുന്നത്? അങ്ങനെ ഉള്ളിടത്തുനിന്ന് അവിടെ ആ എനർജി അവിടെ നെഗറ്റീവായിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ് അല്ലേ. നമ്മളുടെ ഈ പഴയ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ഒരു ചീഞ്ഞ മണവും ഒരു പ്ലസൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ. അതേസമയം ഒരു പുഴ പോലെ ഒഴുകുന്ന ഒരു വെള്ളത്തിലാണെങ്കിൽ ഒരു ജീവൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ലൈഫ്. നമ്മൾ ആ പഴയ ഓർമ്മകൾ പിടിച്ച് നമ്മളവിടെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ വരാനുള്ള നല്ല ഒരു ജീവിതത്തെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നമ്മൾ തന്നെ സ്വയം ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി മാറി നിൽക്കുക. ആ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഇത്ര നാളത്തെ ആ കരഞ്ഞിരുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സ്വയം ഹീലായിട്ടുണ്ടാവാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടാവും, ഓക്കെ ദിസ് ഈസ് ദ ടൈം വി ഹാവ് ടു മൂവ് ഓൺ. അത് മൈൻഡിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ എന്തൊക്കെയോ പാസ്റ്റ് മെമ്മറീസ് വെച്ചിട്ട് അവിടെ അത് വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ആവുകയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലോട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫിനെ നിങ്ങളവിടെ നിങ്ങളുടെ ഒരു ആക്ഷൻ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം ദയവായി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തിലോട്ട് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാവുക.
അപ്പോൾ നമുക്കൊരു ഏഞ്ചൽ കാർഡ് കൂടെ നോക്കാം. യെസ്, ഇറ്റ്സ് എ കൺഫർമേഷൻ. ഈ പറഞ്ഞ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടുകളയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സക്സസ് ഇസ് വിത്തിൻ ദ നിയർ ഫ്യൂച്ചർ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.